ഡോക്ടർ ജയപ്രസാദ്, നാളിതുവരെയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിച്ചാൽ ഇടത് മുന്നണിക്കാണ് മേൽക്കൈ. 2010 ഒരു വലിയ തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് മാറ്റി നിർത്തിയാൽ പൊതുവെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് തന്നെയാണ് ആധിപത്യം. ഇക്കുറി CPM-ൻ്റെ പൊന്നാപുരം കോട്ടകൾ പോലും ഇളകിയിരിക്കുന്നു. അമിതമായ ആത്മവിശ്വാസമാണോ ഇവരെ പുറകോട്ട് അടുപ്പിച്ചത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചരിത്രം നമ്മൾ 95-ന് ശേഷമുള്ള ത്രിതല പഞ്ചായത്ത് പുതിയ സംവിധാനത്തിന് വന്നതിന് ശേഷമുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പൊതുവെ ഇടതുപക്ഷത്തിനാണ് ത്രിതല പഞ്ചായത്തിൽ, വിശേഷിച്ചും പഞ്ചായത്ത് ലെവലിലും ബ്ലോക്ക് പഞ്ചായത്ത് ലെവലിലും എല്ലാ കാലത്തും ഭൂരിപക്ഷം ലഭിക്കുക. അപ്പോൾ അതിനൊരു അപവാദം എന്ന് പറഞ്ഞാൽ 2010 2010 UDF-ന് ഇപ്പോൾ ലഭിച്ചതിനേക്കാളും കൂടുതൽ സീറ്റ് കൂടുതൽ പഞ്ചായത്തുകൾക്ക് ലഭിച്ചു. 30ഓളം പഞ്ചായത്തുകൾ കൂടുതൽ ലഭിച്ചിരുന്നു. LDF ഇതിലും താഴെ ഇപ്പോൾ ലഭിച്ചതിന് 20 പഞ്ചായത്ത് കുറവായിരുന്നു. അപ്പോൾ ഏറ്റവും CPM-ൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ പരാജയം 2010 പക്ഷേ സാധാരണ നമ്മൾ കേരളത്തിൽ അന്ന് എന്തായിരുന്നു? കാരണം അന്നും അധികാരത്തിൽ അച്യുതാനന്ദൻ്റെ ഗവൺമെന്റ് ഭരണവിരുദ്ധ വികാരമായിരുന്നു. കാരണം ഇതിനേക്കാളും അന്ന് മാർക്സിസ്റ്റ് പാർട്ടി വളരെ സജീവമായിട്ട്, മാർക്സിസ്റ്റ് പാർട്ടി അതിൻ്റെ പോഷക സംഘടനകളും ഒക്കെ വളരെ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു. മാധ്യമ സപ്പോർട്ടും ഉണ്ടായിരുന്നു. പക്ഷേ UDF-ഉം വളരെ ശക്തമായ രീതിയിൽ വന്നു. പക്ഷേ എടുത്തു പറയേണ്ട ഒരു വസ്തുത, അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അന്നും ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അന്ന് കോൺഗ്രസ്സുകാർക്ക് വലിയ അമിതമായ ആത്മവിശ്വാസം വരികയും 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും UDF-ന് കേവലം 71 സീറ്റാണ് ലഭിച്ചത്. അതായത് 2 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഈ ഇടതുപക്ഷം UDF ജയിക്കുന്നത്. അതായത് നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാണിച്ച പെർഫോമൻസ് UDF-ന് നിയമസഭയിൽ കാണിക്കാൻ കഴിഞ്ഞില്ല. അത് ഉമ്മൻചാണ്ടി സർക്കാർ അറിയാമല്ലോ, ഒരു സീറ്റിൽ ഭൂരിപക്ഷത്തിലാണല്ലോ മത്സരിച്ചത്. പിന്നീട് ലെഫ്റ്റിൽ ഒരു കാലുമാറ്റം നെയ്യാറ്റിൻകര ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിൽ കേരളത്തിൻ്റെ നമ്മുടെ നമ്മുടെ പോളിങ്ങിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തരത്തിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടാവും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അതുമായിട്ട് താരതമ്യം ചെയ്യേണ്ട. CPM ഒരു സംഘടന എന്നുള്ള തലത്തിലും ആശയപരമായിട്ടും ഭരണത്തിൻ്റെ തലത്തിലുള്ള കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ജീർണത ബാധിച്ച് അതിൻ്റെ എല്ലാ തരത്തിലും, അപ്പം അത് കേരളത്തിലെ UDF-ഉം LDF-ഉം നമ്മളിപ്പോൾ രാഹുൽ മാങ്കുടത്തിൻ്റെ വിഷയം വരെ വന്ന് നിൽക്കുമ്പോൾ 2 മുന്നണികളും ഒരുപോലെ മത്സരിച്ച് സ്ത്രീപീഡനത്തിൻ്റെ ആണെങ്കിൽ എല്ലാത്തിലും, അതായത് അത് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ജീർണതയുടെ അങ്ങേയറ്റമാണ്. UDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ മേൽക്കോയ്മ വന്നു എന്ന് പറഞ്ഞിട്ട് UDF-ന് അതൊരു സ്ഥായിയായ വിജയമോ പൊളിറ്റിക്കൽ വിജയമോ അല്ല. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഹിതമാണ്. അത് മറ്റു ചില രാഷ്ട്രീയ കാരണങ്ങളാൽ കൊണ്ട് ഈ അഡ്വാൻറ്റേജ് ലഭിക്കുന്നതാണ്. പക്ഷേ ഇടതുപക്ഷത്തിനോടുള്ള നമ്മുടെ ജനങ്ങളുടെ ഒരു രോഷമുണ്ടല്ലോ, ആ ജനരോഷം എന്ന് പറയുന്നത് നമ്മൾ അവസാനം നൽകിയ പെൻഷൻ, അതായത് ക്ഷേമ പെൻഷനിൻ്റെ ഇൻക്രീസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അത് വെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഏതെല്ലാം യൂസേഴ്സ് ഫീ ഉണ്ടോ അതെല്ലാം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എല്ലാ മേഖലകളിലും. അത് പാർക്കിംഗ് മേഖലയിൽ മുതൽ എല്ലാ മേഖലയിൽ ചെന്ന് കഴിഞ്ഞാൽ ആ തരത്തിൽ ഫൈനും എല്ലാ കാര്യങ്ങളും കൂട്ടുകയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ളതാണ്. ഇപ്പം നമ്മൾ കേരളത്തിൽ തന്നെ നമുക്കറിയാം, മാഹിയിൽ 13 രൂപ 1 ലിറ്റർ ഡീസലിന് കേരളത്തിലുള്ളതിനേക്കാളും കൂടുതലാണ് കണ്ണൂരിലെ, തലശ്ശേരിയിലെ മാഹിയിൽ, നിങ്ങളുടെ നാട്ടിൽ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതുവഴി വന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ബോർഡും വെച്ചിട്ടുണ്ട് അവിടെ കേരളത്തെക്കാളും വില കുറവെന്ന് പറഞ്ഞാൽ. അപ്പം നമ്മളിത് അനുഭവിക്കുകയാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഭരണകൂടം അമിതമായ ആത്മവിശ്വാസവും അതിന് പ്രധാനമായ കാരണം കേരളത്തിലെ UDF-ൻ്റെ നേതൃത്വരാഹിത്യമാണ്. അപ്പം പഴയ കാലത്ത് നമ്മൾ 70കൾ മുതൽ തന്നെ കരുണാകരനും ആൻ്റണിയും വളരെ സ്റ്റേബിളായിട്ടുള്ള 2 ലീഡർഷിപ്പ് കോൺഗ്രസിനുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഉമ്മൻചാണ്ടിയുടെ യുഗം വരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വയ്യാതെ കഴിഞ്ഞിരുന്നു. കേരള ചരിത്രത്തിലും ഇന്ത്യയുടെ ചരിത്രത്തിലും ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് ഐകകണ്ഠേന പ്രമേയം 6 പ്രമേയങ്ങളാണ് നിയമസഭയിൽ പാസ്സാക്കിയത്. ആ തരത്തിൽ കേരളത്തിൽ ജനങ്ങൾക്ക് രണ്ടും തിരിച്ചറിയാൻ കഴിയാതെ വന്നു. മറ്റ് മൂല്യശോഷണം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ UDF-ന് ഇപ്പോൾ നമ്മളിപ്പോൾ 2011 ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ഇന്ന് കേരളത്തിലെ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു നേതൃത്വമില്ല. ആരാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാകാമെന്ന് സാധാരണ ഒരു പാർട്ടി പ്രവർത്തകന് പോലും പറയാൻ കഴിയില്ല. പിന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ദേശീയ തലത്തിലുണ്ടായ ആശയപരമായ തരത്തിലുണ്ടായതും അതുപോലെ ഇസ്ലാമിക വർഗീയതയോട് സമന്വയിച്ച് കൊണ്ടുപോകുന്ന തരത്തിൽ ഇപ്പോൾ ഇവിടെ കേരളത്തിലാണെങ്കിലും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്
മുസ്ലിം ന്യൂനപക്ഷം ഏതാണ്ട് 29% വരുന്ന മുസ്ലിം ന്യൂനപക്ഷം ബ്ലോക്കായിട്ട് പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായിട്ടും കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം ക്രിസ്ത്യൻ വോട്ടിൽ വിള്ളൽ വീണിട്ടുണ്ട്. പറഞ്ഞത് അത് തന്നെയാണ്, വർഗീയ ശക്തികളുമായി കൂട്ടുകൂടി. അത് വർഗീയ ശക്തിയുടെ കൂട്ടുകൂടലാണോ അതോ കോൺഗ്രസ്? കാരണം കേരളത്തിൽ CPM-നേക്കാളും കോൺഗ്രസ്സാണ് ഇന്നിപ്പം രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ്സാണ് നമ്മൾക്ക് സ്വപ്നം കാണാത്ത തരത്തിലേക്കുള്ള ഇസ്ലാമിക പ്രീണന നയങ്ങൾ, അതിൽ തന്നെ തീവ്രവാദ ശക്തികൾ ഇപ്പം തമിഴ്നാട്ടിൽ ഉൾപ്പെടെ നമ്മൾ കാണുന്നതാണ്. പല വിഷയങ്ങളിലും ഒരു നിഷ്പക്ഷ നിലപാടെടുക്കേണ്ട കാര്യത്തിൽ പോലും വളരെ വളരെ ശക്തമായ രീതിയിൽ ഒരു പ്രീണന രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ വയനാട് പോലെയുള്ള മണ്ഡലങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാകും. കാരണം ഇപ്പം മുസ്ലിം ലീഗിൻ്റെ മേഖലകളിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ ആവർത്തനമുണ്ടാവും. അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ വിക്ടറി ആണ് യഥാർത്ഥത്തിലെങ്കിൽ ഇതൊരു സ്ഥായിയായ ഒരു UDFൻ്റെ വളർച്ചയുടെ പ്രതിഫലനമല്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ താരമെന്ന് പറയുന്നത് BJP ആണ്. കേരളത്തിൽ ഞാൻ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ബൈപ്പോളാർ പൊളിറ്റിക്സ് കേരളത്തിൽ 67-ന് ശേഷം കേരളത്തിൽ രൂപപ്പെട്ട് ഏതാണ്ട് 2 മുന്നണികളായിട്ട് അത് ഏതെങ്കിലും ഒരു മുന്നണിയിൽ നിന്ന് ആരെങ്കിലും ചോർന്നു കഴിഞ്ഞാൽ അടുത്ത മുന്നണിയിലെ ഇടം കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് 95, 96, 97% വോട്ട് ഇടത് വലത് മുന്നണികൾ ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ 2020 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് 24 തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് നമ്മൾ അതായത് ഇടത് വലത് മുന്നണികൾക്ക് 77% വോട്ടാണ് ലഭിച്ചത്. അതായത് BJP 20% വന്നു. അപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇനി ഫൈനൽ കണക്ക് വരുമെന്ന് ഞാൻ കണക്കാക്കുന്നത് ഏതാണ്ട് ഇടത് വലത് മുന്നണികൾ തമ്മിൽ 72-75% താഴെയായിരിക്കും വോട്ട് ഷെയർ എന്ന് പറയുന്നത്. അതായത് വളരെ ശക്തമായ വിള്ളൽ കേരളത്തിലെ ബൈപ്പോളാർ പൊളിറ്റിക്സിന്, അതായത് മുന്നണി രാഷ്ട്രീയത്തിന് സംഭവിച്ചു കഴിഞ്ഞു. BJP കേരളത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ ഒരുപോലെ BJPയുടെ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അത് സീറ്റിൻ്റെ കാര്യത്തിലും വിജയത്തിൻ്റെ കാര്യത്തിലല്ല ഞാൻ കാണും, ഞാൻ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. രണ്ടാമത് ഇപ്പോൾ കേരളത്തിലെ മിക്ക മുനിസിപ്പാലിറ്റികളിലും ഏതാണ്ട് ഒരു 8-10 മുനിസിപ്പാലിറ്റികൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അത് മലപ്പുറം ജില്ലയിൽ ഇപ്പം താനൂർ മുനിസിപ്പാലിറ്റിയിൽ പ്രതിപക്ഷമായിട്ട് BJPയും ആണ്, ഭരണപക്ഷം UDF ആണ്, അവിടെ LDF ഇല്ല. അപ്പോൾ ആ തരത്തിൽ കേരളത്തിൽ മുഴുവനും ഒരുപോലെ BJPയുടെ വളർച്ചയുണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമായ കാരണം വികസന രാഷ്ട്രീയത്തോട് പുതിയ തലമുറയും ജനങ്ങളും കാണിക്കുന്ന പ്രതിബദ്ധതയാണ്. അതൊരു ഹിന്ദു വർഗീയതയോ ആ തരത്തിലല്ല ഇതിനെ കാണുന്നത്. ഇന്ന് രാജ്യം കഴിഞ്ഞ 11 വർഷമായി കാണുന്ന വികസന രാഷ്ട്രീയവും അത് കാണുക. നമ്മൾ പഴയതുപോലെയല്ല, ഇന്നിപ്പോൾ നിങ്ങൾ നേരിട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ ഇത് മലയാളികളിൽ വലിയൊരു ശതമാനം പുറത്ത് ജീവിക്കുന്നവരായതുകൊണ്ട് അവിടെ നടക്കുന്ന വികസനവും അവിടെ നടക്കുന്ന മാറ്റങ്ങളുമൊക്കെ കാണുന്നുണ്ട്. കേരളത്തിലും ഇത് ആവശ്യമാണ്. കേരളത്തിലും ഒരു നാഷണൽ ഹൈവേ അങ്ങനെ രൂപപ്പെട്ടു വരികയാണ്, വളരെ വൈകിയാണെങ്കിൽ പോലും. ആ തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ UDFൻ്റെ വിജയം ഒരു സ്ഥായിയായ പൊളിറ്റിക്കൽ വിജയമല്ല, പക്ഷേ അവരുടെ വിജയം ജനഹിതമാണ്, അതിനെ മാനിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെയുള്ളൊരു വിജയം ആവർത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല.